നമസ്കാരം. പൈസ പോലും ഇല്ല. മാസം 1750 എല്ലാം പോടാ പോയി വേറെ ഇല്ല. ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാം. പിന്നെ അവരെ തീരുമാനിക്കണം. അവരെ തീരുമാനിക്കുന്ന എനിക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്നോ അവരെ തീരുമാനിക്കുന്നത്. നീ ഇറക്കോടി, നീ ഉള്ള പറ്റോടി. ഈ ചേച്ചിയും പിള്ളേരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവോ? സോഷ്യൽ മീഡിയയിലൊന്നും കാര്യമായ ചർച്ചകളൊന്നും ഇവരെക്കുറിച്ച് കാണാത്തോണ്ട് ചോദിച്ചാ കേട്ടോ. സാറേ, ഞാൻ 10 വർഷമായിട്ട് അബ്രോഡ് ജോലി ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചു വരേണ്ട വന്നു കഴിഞ്ഞിട്ട് ഇവർ എന്നെ മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്ത് ഞങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അപഹരിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഒരു ഫുഡ് കഴിക്കാൻ പോലും ഉള്ള സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ ആവശ്യം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ആ വീട് ഞങ്ങളുടേതല്ല എന്നും ജോമോന് വീതം കൊടുത്ത വീടാണ്. ഞാൻ അറിയാതെ ജോമോൻ്റെ കയ്യിൽ നിന്ന് അവർ അമ്മയ്ക്ക് മേടിച്ചു. ഞാൻ അവിടെ തന്നെ എനിക്ക് DV പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെ അമ്മ ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അമ്മയും പെങ്ങന്മാരും ജോമോനും കൂടെ പ്ലാൻ ചെയ്ത് അത് മൂത്ത പെങ്ങളുടെ പേരിലേക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ഞാൻ പോകില്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ പ്രഷർ ചെയ്യുവാണ് ഞങ്ങളെ. മെൻ്റലി പ്രഷർ. ഫുഡ് തരികയല്ല, പാത്രം തരികയല്ല, പിന്നെ ഫുഡ് മേടിക്കാനുള്ള സാമ്പത്തികം ഇപ്പം എൻ്റെ കയ്യിലില്ല. ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥ. നമ്മളെ മെൻ്റലി ഇല്ലാക്കി കാണിക്കുകയാണ്. അത് എനിക്ക് അവർ പറയുന്നത് ജോമോനെ ഡിവോഴ്സ് ചെയ്ത് പോകാനാണ് പറയുന്നത്. പെങ്ങന്മാരും അമ്മയും ഇളയ പെങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോകണമെങ്കിൽ താമസിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇളയ മോൾക്ക് 13 വയസ്സായി, മൂത്ത മോൾ പുറത്ത് പഠിക്കുന്ന, അവളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. എല്ലാ പൈസയും ഇവർ മേടിച്ചിട്ട് ഇവരൊന്നും തരാതെ നീ പൊക്കോ എന്നാ പറയുന്നത്. മക്കൾക്ക് ചെലവിന് കൊടുക്കാണ്ട്, അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാണ്ട്, മാനസികവും ശാരീരികവുമായിട്ടൊക്കെ അവർ പീഡിപ്പിക്കുകയാണെങ്കിൽ അവകാശ സംരക്ഷണ നിയമമൊക്കെ ഉണ്ട്. ചേച്ചി ബാലാവകാശ കമ്മീഷനും കൂടെ ഒരു പരാതി കൊടുക്കേണ്ടതായിരുന്നു. വന്ന് ഉപദ്രവിക്കുക, റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് യൂറിൻ പാസ് ചെയ്യുക, അതൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ പണി. മദറിലോടെ പണി എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് കറണ്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ അശ്ലീലം പറയുക. മക്കളുടെ കൊച്ചുമക്കളുടെ മുമ്പിൽ വെച്ച് അശ്ലീലം പറയണ ഇവരെയൊക്കെ ഒരു അമ്മ എന്ന് പറയാൻ പറ്റുമോ? ജോമോനെ ഈ പെങ്ങന്മാരും അമ്മയും താൽക്കാലികമായിട്ട് അർമേനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. അതിന് ശേഷം അമ്മ കൊണ്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ്. അത് കേസ് എന്താണെന്ന് ഞാൻ ഉപദ്രവിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ വിഷം കൊടുക്കാൻ ശ്രമിച്ചു, അങ്ങനെ 4 പോലീസ് സാറുമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ഇറക്കി വിടുന്ന കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർ വന്ന് DV എടുക്കാൻ പോയി. വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറിനെ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ പോയി DV എടുത്ത് അവിടെ നിൽക്കാനുള്ള പെർമിഷനും എടുക്കുമായിരുന്നു. എടുത്തതിന് ശേഷം ആണ് അമ്മ ഇങ്ങനെ ഉപദ്രവമാണ് നമ്മളെ. ജോമോൻ്റെ അമ്മ പറയുന്നത് എൻ്റെ മകനും നിന്റെ മക്കളെയും വേണ്ട, പിന്നെ എന്തിനാടി ഇവിടെ കിടക്കുന്നതെന്ന്. അതിൻ്റെയൊക്കെ അത് കേട്ടാ തോന്നും ജോമോനെ കൊണ്ട് ആ ചേച്ചിനെ കെട്ടിച്ചപ്പോൾ അവരുടെ പേരൻസ് സ്ത്രീധന വകയിൽ അവർക്ക് ആ ജോമോന് കൊടുത്തു വിട്ടാന്ന് തോന്നും ആ പിള്ളേരെ. ജോമോൻ്റെ അമ്മയും ജോമോന് പ്രത്യേകം പറയുന്ന ഒരു കാര്യം എനിക്ക് വട്ടാണെന്ന്. ഇപ്പം ഈ ഷൈനി മരിച്ചതിന് ശേഷം ഇവർ പറയുന്നത് എന്നാണെന്നറിയാമോ? ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്, കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്, അവളെ കണ്ടില്ലേ മക്കളെയും കൊണ്ട് പോയി ട്രെയിനിൻ്റെ അടിയിൽ പോയി മരിച്ചത്, നിനക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് നിരന്തരം ഇതാണ് നമ്മളെ അങ്ങോട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാണ്. അതിൻ്റെ ഇടയിൽ ഷൈനി അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഈ ചേച്ചിയോടും ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ അതേ പാത പിന്തുടരാൻ അവരെ നിർബന്ധിക്കണത്. പിള്ളേർക്കൊരു മുറിവുണ്ടായാൽ പോലും എങ്ങനെ നമ്മൾ സഹിക്കും അമ്മമാരെ? ഈ ചേച്ചി പറഞ്ഞ് മക്കളെ കൊന്ന് ഒരിക്കലും ചാവണായി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന്. മക്കളെ ഓർത്ത് മാത്രം ഇത്രയും പീഡനങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിയമപരമായി തന്നെ അവരുടെ ജീവിതത്തെ പോരാടി മുന്നേറാൻ അവർ ശ്രമിക്കുക. എനിക്കൊരു മരണം സംഭവിച്ചാൽ ഞാൻ എല്ലാ റെക്കോർഡ്സും പെരുമനൻ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചിക്ക് പേടി കൂടുതലും ഇവരുടെ കയ്യാൽ
ഈ ചേച്ചി മക്കൾ മരണപ്പെടുമെന്നാണ്. ജോമോൻ എന്നെ വുഡ്ലാൻഡിൻ്റെ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും എൻ്റെ കണ്ണിനിട്ട് ഇടിക്കാൻ വന്നതാണ്. പക്ഷെ എൻ്റെ നെറ്റിക്കായിരുന്നു രാത്രിയായപ്പോൾ ഇരുട്ടിലാണ് പിന്നെ ആ ചേച്ചി കരണ്ടൊക്കെ കേൾക്കണത്. ആ ജോമോനും അമ്മയൊക്കെ കറണ്ട് ഓഫ് ചെയ്ത് ഇരുട്ടിൻ്റെ മറവിൽ ഈ ജോമോൻ ലാഡറിൻ്റെ കമ്പിയും കൊണ്ട് അടിക്കുകയും കുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. തീർച്ചയായും ഇതൊക്കെ വധശ്രമത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഇരുട്ടാണെങ്കിൽ പിന്നെ ആ ഭാര്യയെ അല്ലെങ്കിൽ ആ മരുമോളെ ആക്രമിക്കണ ആരും കാണുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും മെഡിക്കേഷൻ എല്ലാം എടുത്ത് തിരിച്ച് ഒരു 1.5 ആയപ്പോൾ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്താൽ ജോമോൻ്റെ അമ്മയും കഥവ് തുറക്കത്തില്ലായിരുന്നു. അവസാനം 181 മാഡംസ് പറയും, എന്നിട്ടൊന്നും അവർ കേട്ടില്ല. പോലീസ് വന്നു നമ്മളെ കയറ്റുന്നു അവിടെ. ഈ വീഡിയോയിൽ പ്രധാനമായും ആ ചേച്ചി നിയമം കൊണ്ട് നീതി നേടാൻ ശ്രമിക്കുന്നു. ആ ചേച്ചിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇത് മാതൃകയാക്കണം മറ്റുള്ള സ്ത്രീകൾ ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ. ജോമോൻ്റെ അമ്മ ജോമോനോട് ചോദിക്കുന്നത്, എടാ നിനക്ക് നട്ടലുണ്ടേ പോയി ചെയ്യടാന്ന് പറയും. നട്ടലുണ്ടെങ്കിൽ കറണ്ടൊക്കെ ഓഫ് ചെയ്യാൻ. ജോമൻ നട്ടല് പണയം വെച്ചേക്കുവാണോ അവൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ? ഭാര്യയ്ക്ക് മക്കൾക്ക് ചിലവനൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ നോക്കുന്ന ആളെയല്ലേ നമുക്ക് നട്ടലുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. ചേച്ചിയുടെ ഭർത്താവ് ജോമോനെ ഓർത്തേക്കണത് അവൻ്റെ അമ്മയൊക്കെ ഇനിയും 100 കൊല്ലം 150 കൊല്ലം ജീവിക്കുമെന്നായിരിക്കും. അപ്പം ആരോഗ്യമുള്ളപ്പോൾ ഭാര്യ മക്കളൊന്നും വേണ്ട, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. ജോമോൻ്റെ അമ്മയുടെ അതിക്രമങ്ങളൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചീനെ മാത്രമല്ല ആ ചേച്ചിയുടെ മക്കളുടെ ഈ തള്ളയുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ ജോമൻ തുണി വെക്കി കാണിക്കുന്നു. അവനെയൊക്കെ എന്നാ വിളിക്കേണ്ടത്? മോൻ അവൻ്റെ അമ്മയുടെ വാക്കും കേട്ട് സഹോദരിക്കും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ആയിട്ട് വീട് സ്വത്തുമൊക്കെ എഴുതി കൊടുത്തു. എന്നാൽ ആ ജോമൻ എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കണ്ടേ, പിൽക്കാലത്ത് അവരൊന്നും ഒരിക്കലും ഉപകരിക്കില്ല, ഈ ഭാര്യ മക്കളും മാത്രം ഉപകരിക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെ എഴുതി കൊടുത്ത് സ്വന്തം ഭാര്യനെയും മക്കളെയും വഴിയാധാരമാക്കി. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ല? പോലീസുകാരെ ചേച്ചിയുടെ സ്വന്തം വീട്ടിൽ പോണാരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ട മക്കളെ ആരെങ്കിലും സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ ഇഷ്ടപ്പെടണ്ടോ? അവരൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആജീവനാന്തം അവർക്ക് പകരമാണ് ഈ ഭർത്താവ് ഭാര്യയെ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. വേറെ ഇനിയും ഇവരെ പോലെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പീഡനങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടാവും. ആ ചേച്ചി പിന്നെ നേഴ്സിങ് കഴിഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി തന്നെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കാണ്ടിരിക്കുക. കിട്ടുന്ന എന്ത് ജോലി ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം ചെയ്യാൻ ശ്രമിക്കുക. കണ്ടില്ലേ, ഷൈനയുടെ കേസിൽ നോബിക്ക് തക്കതായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ ഉള്ള പീഡന കഥകൾ തുടർക്കഥയായിട്ട് മാറുന്നുള്ളത്. തീർച്ചയായും ആ ചേച്ചിക്കും മക്കൾക്കും നീതി ലഭിക്കട്ടെ.